الحمد لله رب البيت المعمور ورب البيت العتيق نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും ഏകനായ സ്രഷ്ടാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്നും അവന്റെ കൽപ്പനകൾ പരിഗണിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി ആദ്യമായി ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം തഖ്വ പാലിക്കുക, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ ആരും മരിക്കരുത് എന്ന് എന്നെയും നിങ്ങളെയും ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഘടനയുമായി ഹജ്ജ് ചെയ്യുവാനുള്ള അവസരമുണ്ടായി. മക്കയിലെത്തി റൂമിൽ അല്പസമയം വിശ്രമിച്ചതിന് ശേഷം വലിയ സംഘത്തെ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഉംറ ചെയ്യുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഉംറ ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ സംഘങ്ങളും തിരിച്ചെത്തി റൂമിൽ. എന്നാൽ പോയ ഒരു സംഘത്തിൽ ഒരു സ്ത്രീയെ മാത്രം തിരിച്ചെത്തിയതായി കാണാൻ കഴിഞ്ഞില്ല. സംഘത്തിന് നേതൃത്വം നൽകിയ ആളുകളോട് കാര്യമന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ആള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, എവിടെയോ വെച്ച് കൂട്ടം തെറ്റിപ്പോയതാണ്. ഞങ്ങൾ ധാരാളം തെരഞ്ഞു നടന്നു, ആളെ കണ്ടില്ല. പ്രത്യേകം അടയാളങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിരുന്നു. ഈ അടയാളങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് മസ്ജിദുൽ ഹറാമിന്റെ എല്ലാ മുക്കിലും മൂലയിലും തെരച്ചിൽ നടത്തി. ഞങ്ങൾക്ക് ആളെ കാണാൻ കഴിഞ്ഞില്ല. അതിനുശേഷം കഅബയും പരിസരവും ശരിക്ക് പരിചയമുള്ള കുറെ ആളുകളെ സംഘടിപ്പിച്ച് വ്യാപകമായ തെരച്ചിൽ നടത്തി. എന്നിട്ടും ഈ സ്ത്രീയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല.
എന്നാൽ പിറ്റേ ദിവസം അസർ നമസ്കാരത്തിന് ശേഷം അവരുണ്ട്. അങ്ങനെ റൂമിലേക്ക് കയറി വന്നു. അപ്പൊ പ്രായമുള്ള ഒരു സ്ത്രീയാണ്, കോഴിക്കോട്ട് കയറിയാണ്. അവരോട് ചോദിച്ചു, ഇന്നലെ നിങ്ങളെ കണ്ടില്ലല്ലോ, ഇന്നലെ എന്നെ കണ്ടില്ല, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളെ മിസ്സായല്ലോ, ഇന്നലെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഏയ്, ഞാനെങ്ങനെ മിസ്സാവുക, ഞാൻ അവിടെ തന്നെ ഇല്ലേ, ഞാൻ എന്റെ വീട്ടിലല്ലേ, ഞാൻ തന്നെയല്ലേ, ഞാൻ പിന്നെ എങ്ങനെ മിസ്സാവാൻ? അവരോട് ചോദിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ പരസ്പരം നോക്കി. വിചാരിച്ചതെന്താണെന്ന് വെച്ചാൽ, വികാര തീവ്രത കൊണ്ട് സ്വന്തം നില മറന്നു പോകുന്ന ധാരാളം ആളുകൾ ഹജ്ജിന്റെ ക്യാമ്പിൽ ഉണ്ടാകാറുണ്ട്. ഇവർ സ്വയം മറന്നതാണ് എന്നാണ് വിചാരിച്ചത്. കുറച്ചു കഴിഞ്ഞ് അവരെ പറഞ്ഞു, ഞാൻ തവാഫ് കഴിഞ്ഞു, സഴി കഴിഞ്ഞു, ഉംറയുടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം കഅബ ഒന്നും കൂടി കാണാൻ പൂതിയായി. അങ്ങനെ മതാഫിന്റെ തൊട്ടടുത്തിരുന്ന് ഞാൻ കഅബയിലേക്ക് ഇങ്ങനെ നോക്കി. കഅബയിലേക്ക് നോക്കിയിട്ട് പൂതി കിടന്ന് അങ്ങനെ നോക്കിയിരുന്നു. എന്താണ് ഇതൊരു ചന്തം? ചിലപ്പൊക്കെ കടലിന്റെ കരയിൽ പോയി ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ഞാൻ സ്വന്തം മറന്നുപോയിട്ടാണ് അങ്ങനെ നിൽക്കാറില്ല. എന്നതുപോലെ അവിടെ ഞാൻ നിന്നു. എന്നിട്ട് കാണാതായിട്ടുമില്ല, ഞാനങ്ങോട്ട് പോയിട്ടുമില്ല, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവര് പറഞ്ഞു, എന്റെ മോനെ, എത്ര കാലമായി ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു, ഇപ്പൊ ഇവിടെ വന്നിരിക്കുകയാണ്. വന്നിങ്ങനെ നോക്കുമ്പോ ആ കഅബ ഉയർന്നിങ്ങനെ നിൽക്കുക. ആ കഅബയ്ക്ക് ചുറ്റും ആളുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഒരു മഹാപ്രവാഹം പോലെ ആളുകൾ കഅബയ്ക്ക് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു ചന്തമാണ്, എന്തൊരു സുഹൃത്താണ്. ഞാൻ ചോദിച്ചു, 24 മണിക്കൂറിലധികമായല്ലോ, നിങ്ങൾക്ക് വിശപ്പുണ്ടാവില്ല? എന്റെ കയ്യിൽ 1-2 ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ തിന്നു. പിന്നെ മോനറിയില്ലേ, സംസം വെള്ളം എന്ന് പറഞ്ഞാൽ അത് മതി. തിന്നാലായാലും കുടിക്കലായാലും വിശപ്പിനായാലും ദാഹത്തിനായാലും അത് മതി. മതിയുടെ മോനറിയില്ലേ? അതോടുകൂടിയാണ് മനസ്സിലായത്, ഇവർ അതിഭ്രമം സംഭവിച്ചതല്ല, മറിച്ച് കഅബ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നപ്പോഴാണ്. അല്ലെങ്കിലും അവർ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു 10-13 മീറ്ററുള്ള ഒരു മേഘം, ഒരു ദീർഘ ചതുരാകൃതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു മേഘം, അതങ്ങനെ നിൽക്കുന്നു ഗാംഭീര്യത്തോടുകൂടി, അങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നു. എന്നാൽ ആ സ്തംഭിച്ചു നിൽക്കുന്ന ഭവനത്തിന് ചുറ്റും അല്ലാഹുവിന്റെ അതിഥികളുടെ മഹാപ്രവാഹം. കഅബ എങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് എങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്നില്ല. കിഴക്കോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ അത് തിരിഞ്ഞു നിൽക്കുന്നില്ല. എന്നാൽ എല്ലായിടത്തിലേക്കും തിരിഞ്ഞു നിൽക്കും. ആ കഅബാലയം ആഗ്രഹിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, അല്ല എല്ലാ മുക്കുമൂലകളിൽ നിന്നും വിശ്വാസികൾ പ്രവഹിക്കുന്നു. ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം ഉദ്ദേശിച്ച് പുറപ്പെടുക എന്നാണ്. ഉദ്ദേശിച്ച് പുറപ്പെടലാണ് ഹജ്ജ്. അവരുടെ ഉദ്ദേശത്തിൽ പ്രത്യക്ഷമായ ഉദ്ദേശം ഏതാണ്? ഹജ്ജുൽ ബൈത്ത് എന്നാണ് ഹദീസുകളിൽ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു. ഹജ്ജുൽ ബൈത്ത്, അൽ ബൈത്താണ് അവരുടെ ലക്ഷ്യസ്ഥാനം. ഭൂമിയിൽ നിർണയിക്കപ്പെട്ടിട്ടുള്ള പോയിന്റ് അൽ ബൈത്താണ്. ആ അൽ ബൈത്തിനെ
ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹജ്ജുൽ ബൈത്ത് എന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഹജ്ജ് നിർബന്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്നാണ് പറഞ്ഞത്. ഹജ്ജുൽ ബൈത്ത് എന്നതാണ് അവിടെ ബൈത്തുമായി ചേർന്നുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ നാടുകളിൽ നിന്ന് നമ്മൾ യാത്രയയപ്പ് കൊടുത്ത് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രതിനിധികൾ ലക്ഷ്യമാക്കുന്നത് അൽ ബൈത്ത് ആണ് പ്രത്യക്ഷത്തിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ അൽ ബൈത്ത് അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പല പേരുകളും പറഞ്ഞു. അൽ ബൈത്തുൽ ഹറാം എന്ന പേര് ഉപയോഗിച്ചു. ബൈത്തുൽ ഹറാം ആദരണീയമായിട്ടുള്ള ഒരു ഭവനമാണ്, മുഹറം ആയിട്ടുള്ള ഭവനമാണ്, പവിത്രമായിട്ടുള്ള ഭവനമാണ്, ബഹുമാനിക്കപ്പെടുന്ന ഭവനമാണ് എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ വയതവഫു ബിൽ ബൈത്തിൽ അദീഖ് എന്ന ഒരു പദം പ്രയോഗിച്ചു. അൽ ബൈത്തുൽ അദീഖ്, അൽ ബൈത്തുൽ അദീഖ് എന്നതിന് മുഫസ്സിറുകൾ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ പറഞ്ഞു. അതിലൊരർത്ഥം പുണ്യമായിട്ടുള്ളത് എന്നാണ്, പവിത്രമായിട്ടുള്ളത് എന്നാണ്. എന്നാൽ ധാരാളം മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് ചിരപുരാതനമായിട്ടുള്ളത് എന്ന അർത്ഥത്തിലാണ്. സനാതനം എന്ന് പറയുന്ന ഒരു വാക്ക് മലയാളത്തിലുണ്ട്. സനാതന ധർമ്മം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം മുമ്പേ ഉള്ളത്, ഒരിക്കലും അവസാനിച്ചു പോകാത്തത് എന്നാണ്. എന്നതുപോലെ സനാതനമായിട്ടുള്ള ഒരു ഭവനം, ഒരിക്കലും അസ്തമിക്കാൻ പോകുന്നില്ലാത്ത ഒരു ഭവനം എന്നതാണ് അൽ ബൈത്തുൽ അദീഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ പണ്ഡിതന്മാർ പലതരത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ലോകാവസാനം വരെ അല്ലാഹുവിന്റെ ദീൻ അംഗീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു ഖിബ്ലയായി നിശ്ചയിച്ചിട്ടുള്ള ഒരു ഭവനമാണ് കഅബാലയം എന്ന് പറയുന്നത്. ആ കഅബാലയമാകട്ടെ അത് പണിതുയർത്തിയിട്ടുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമുമാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും പണിതുയർത്തിയിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലുള്ള ജീവിതത്തിന്റെ 19 മാസക്കാലത്തിന് ശേഷം മുസ്ലിങ്ങളുടെ ഖിബ്ലയായി ലോകാവസാനം വരെ നിശ്ചയിച്ചിട്ടുള്ള ഈ ഭവനം അൽ ബൈത്തുൽ അദീഖ്, അത് ചിരപുരാതനമായിട്ടുള്ള ഒരു ഭവനമാണ്, അത് സനാതനമായിട്ടുള്ള ഒരു ഭവനമാണ്, ആദ്യമേ ഉള്ളതും എക്കാലവും നിലനിൽക്കുന്നതുമായിട്ടുള്ള ഭവനമാണ് എന്നാണ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട, നിശ്ചയിക്കപ്പെട്ട ആദ്യത്തെ ഭവനം, ആദ്യത്തെ ഭവനം, ജനങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആദ്യത്തെ ഭവനം എന്നാണ് പറയുന്നത്. ആദ്യത്തെ ദേവാലയം എന്നിവിടെ പറഞ്ഞിട്ടില്ല, ആദ്യത്തെ ഭവനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേവാലയം മാത്രമായി കൊള്ളണമെന്നില്ല, മനുഷ്യാലയവുമാകാം. അപ്പോൾ ഉണ്ടാക്കപ്പെട്ട ആലയങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആലയം, നിശ്ചയിക്കപ്പെട്ട ആലയങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആലയമാണ് കഅബാലയം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ് ചെയ്യുന്നത്. നേരത്തെ തന്നെ ആ സ്ഥലം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് മുമ്പ് അവിടെ ആരെങ്കിലും വന്നിരുന്നുവോ, അവിടെ ഏതെങ്കിലും ഒരു ഭവനം ഉണ്ടായിരുന്നുവോ, അത് പിന്നീട് പൊളിഞ്ഞുപോയതാണോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നമ്മുടെ പ്രമാണങ്ങളോ ചരിത്രമോ നൽകുന്നില്ല. പക്ഷെ ഈ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കഅബാലയം എന്ന ആ ഗേഹം
ഇബ്രാഹിം അലൈഹിസ്സലാം പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനോടൊപ്പം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു, ആ സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് ഇന്ന അവ്വലവയത്തിൻ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട ആദ്യത്തെ ആലയം എന്നാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനും പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭവനത്തിന്റെ സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അവിടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇബ്രാഹിം മക്കാനൽ ബൈത്ത്, അൽ ബൈത്ത്, അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ആ ഭവനം എന്നാണ്. ബൈത്തിൻ എന്നല്ല പ്രയോഗിച്ചിട്ടുള്ളത്, അൽ ബൈത്ത്. ആ അൽ ബൈത്തിന്റെ സ്ഥാനം, മക്കാനൽ ബൈത്ത്, അൽ ബൈത്തിന്റെ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന് നിശ്ചയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അൽ ബൈത്ത് എന്ന ആ സങ്കല്പം, അൽ ബൈത്ത് എന്ന ആ സ്ഥാനം ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ. ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും ആ ഭവനത്തിന്റെ ചുമരുകൾ പടുത്തുയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ തൂണുകൾ പടുത്തുയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഭവനം എന്ന സങ്കല്പം, ഭവനം എന്ന യാഥാർത്ഥ്യം അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു, അതിന്റെ സ്ഥാനവും അവിടെ ഉണ്ടായിരുന്നു എന്ന പ്രയോഗമാണ് കഅബയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിന്റെ എല്ലാ പ്രയോഗങ്ങളിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വളരെ പുരാതനമായിട്ടുള്ള, ഒരുപക്ഷെ ഈ ലോകത്തിന്റെ ആരംഭം മുതൽ തന്നെ നിർണയിക്കപ്പെട്ടിട്ടുള്ള, മനുഷ്യാരംഭം മുതൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം ചുമരുകൾ പടുത്തുയർത്തിയിട്ടുള്ള, പിന്നീട് ഒരുപാട് പരിഷ്കരണങ്ങൾ വന്നിട്ടുള്ള ആ കഅബാലയം യഥാർത്ഥത്തിൽ വളരെ ഗാംഭീര്യമുള്ള, പവിത്രമായ, ആദരണീയമായിട്ടുള്ള ഒരു ദേഹം തന്നെയാണ് എന്ന് കഅബാലയത്തെ നേർക്കുനേരെ കാണുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. വല്ലാത്ത ഒരു അനുഭവമാണ് അത് കാണുക. ആ അനുഭവം സ്വയം ആസ്വദിച്ചറിയേണ്ടത് തന്നെയാണ്. ഒരാൾക്ക് മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. മതാഫിൽ നിന്ന് മാറി നിന്ന് ആ ശബ്ദം കാണുമ്പോൾ മതാഫിലിറങ്ങി കഅബാലയത്തിന് ചുറ്റുമുള്ള തവാഫിൽ അണിചേരുമ്പോഴുണ്ടാകുന്ന അനുഭൂതി അതവിടെ നിന്ന് മാത്രം ലഭിക്കേണ്ടതാണ്. പുറമേ ചിത്രങ്ങൾ കണ്ടതുകൊണ്ടോ സീഡി ദർശിച്ചതുകൊണ്ടോ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമല്ല അത് എന്ന് നാം മനസ്സിലാക്കി. ആ കഅബാലയം ലോകത്തുള്ള എല്ലാ പള്ളികളുടെയും ഖിബിലയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭവനമാണ്. ലോകത്തുള്ള എല്ലാ പള്ളികളും അങ്ങോട്ട് തിരിഞ്ഞാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഴുവൻ ആഗ്രഹങ്ങളുടെയും നമ്മുടെ മുഴുവൻ പ്രതീക്ഷകളുടെയും ഒരു ദേഹമായിട്ടാണ് അത് നിശ്ചയിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഭവനമുണ്ടല്ലോ, നമ്മുടെ വീട്. ആ വീടിനെ സംബന്ധിച്ച് നമുക്ക് ചില സങ്കല്പങ്ങളുണ്ട്. സാധാരണ പറയാറുണ്ട്, സ്വപ്നങ്ങൾക്കും സങ്കല്പങ്ങളുമാക്കുമാണ് പേര് നൽകുന്നത് എന്ന് പറയാറുണ്ട്. നമ്മുടെ കുട്ടിക്കൊരു പേരിടുന്നു. നമ്മുടെ കുട്ടിക്ക് നാം പേരിടുന്ന എങ്ങനെയാണ്? നമ്മുടെ കുട്ടി എന്തായിരിക്കണം എന്ന് നമുക്കൊരു സങ്കല്പമുണ്ടാകും. ആ സങ്കല്പത്തിനാണ് നാം ഒരു പേര് നൽകുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾക്കാണ് നമ്മുടെ പേരുകൾ നൽകുന്നത്. അതുപോലെ നമ്മുടെ ഭവനത്തെക്കുറിച്ച് ഒരു സ്വപ്നം നമുക്കുണ്ട്, അല്ലെങ്കിൽ അനേകം സ്വപ്നങ്ങൾ നമുക്കുണ്ട്. ആ സ്വപ്നങ്ങൾക്കാണ് നാം പേര് നൽകുന്നത്. ഒരു പേര് ബൈത്ത് എന്ന പേരാണ് വീടിന് നാം നൽകുന്നത്. ബൈത്ത് എന്ന വാക്കിന്റെ അർത്ഥം രാത്രി കഴിച്ചു കൂട്ടുന്ന സ്ഥലം എന്നാണ്. രാത്രി കഴിച്ചു കൂട്ടുന്ന സ്ഥലം. മൻസിൽ എന്ന പേര് നാം നൽകുന്നു. യാത്രകൾ കഴിഞ്ഞ് നമ്മൾ
ഒന്നും ഇറങ്ങി താമസിക്കുന്ന സ്ഥലം, എന്റേത് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും മോചിതനായി തന്റെ തനി യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന രൂപത്തിലുള്ള മനസ്സിൽ ഇറങ്ങി താമസിക്കുന്നത് എന്നതാണ് നാം നൽകുന്ന രണ്ടാമത്തെ പേര്. മൂന്നാമത്തെ പേര് ദാർ എന്ന, നമ്മുടെ മുഴുവൻ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും കേന്ദ്രീകരിച്ചു നിൽക്കുന്ന സ്ഥലം എന്നാണ് അതിനർത്ഥം. ദാർ എന്ന് പറഞ്ഞാൽ ചുറ്റിത്തിരിയുന്നത് എന്നാണ്. നമ്മുടെ വീടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമുക്ക് പ്രതീക്ഷകളുള്ളത്, നമ്മുടെ വീടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമുക്ക് ആഗ്രഹങ്ങളുള്ളത്, നമ്മുടെ വീടിനെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് നമുക്ക് സ്വപ്നങ്ങളുള്ളത്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രതീക്ഷകളും കേന്ദ്രീകരിച്ചു നിൽക്കുന്ന സ്ഥലം, ചുറ്റിത്തിരിയുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ദാർ എന്ന വാക്ക് നമ്മുടെ ഭവനത്തിന് നാം ഉപയോഗിക്കുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു പേരാണ് മസ്കൻ എന്നത്. സുകൂൻ എന്ന് പറഞ്ഞാൽ ശാന്തതയാണ്, സമാധാനം. പുറമെ നിന്ന് പുറമേ നാം യാത്ര ചെയ്യുമ്പോൾ, പുറമെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, സ്ട്രെസ്സാണ്, മനോവിഷമങ്ങളാണ്, വിഭ്രാന്തികളാണ്, അസ്വസ്ഥതകളാണ്. എന്നാൽ ആ അസ്വസ്ഥതകളിൽ നിന്നെല്ലാം മോചനം നൽകുന്നതായിരിക്കണം നമ്മുടെ വീട് എന്ന് നാം വിചാരിക്കുന്നു. അതുകൊണ്ട് നാം ആ സ്വപ്നത്തിന് ഒരു പേര് നൽകിയിരിക്കുന്നു, അതാണ് മസ്കൻ എന്ന പേര്. ഇപ്പൊ ബൈത്ത്, ദാർ, മൻസിൽ, മസ്കൻ എന്നിവയെല്ലാം തന്നെ നമ്മുടെ വീടിന് നാം നൽകുന്ന പേരുകളാണെങ്കിൽ ആ പേരുകളെല്ലാം അൽ ബൈത്ത്, ബൈത്തുല്ലാഹ്, അൽ ബൈത്തുൽ അതീഖ്, അൽ ബൈത്തുൽ ഹറാം, അൽ ബൈത്തുൽ മുഹറം എന്നെല്ലാം വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കഅബാലയത്തിന് ഈ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ചേരും എന്നാണ് കഅബാലയത്തെ സംബന്ധിച്ചും മസ്ജിദുൽ ഹറാമിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങളും വാക്കുകളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ജഅലല്ലാഹു കഅബത്തൽ ബൈത്തുൽ ഹറാം ഖിയാമൻ ലിന്നാസ്, മനുഷ്യരുടെ നിലനിൽപ്പിന്റെ ഒരു ആധാരമാണ് ഈ കഅബ എന്ന് പറയുന്നത്. ഖിയാം എന്ന വാക്ക് ഈ സ്വഭാവത്തിൽ രണ്ട് സന്ദർഭങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ധനത്തെ കുറിച്ച് പറയവേ പറഞ്ഞു, ധനം നിങ്ങൾക്ക് ഖിയാമാണ് എന്ന് പറഞ്ഞു. കഅബാലയത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, കഅബാലയം നിങ്ങൾക്ക് ഖിയാമാണ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിന്റെ, ഭൗതിക ജീവിതത്തിന്റെ നട്ടെല്ലാണ് ശരിക്കും നിങ്ങളുടെ ധനം എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മറുവശമുണ്ടല്ലോ, ആത്മീയ വശം, ഈ വശത്തിന്റെ നട്ടെല്ല് നിങ്ങളുടെ പള്ളികളുടെ മുഴുവൻ കേന്ദ്രമായി വർത്തിക്കുന്ന കഅബാലയമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹം ഒരു ഉമ്മത്തായി തീർന്നതിന് ശേഷം കുന്തും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകമാണ്, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഒരു ഉത്തമ സമുദായമായി തീർന്നിരിക്കുന്നു. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായം എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞതിന് സമാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അപ്രകാരം നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു, ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകാൻ, പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാക്കുവാൻ. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് എത്തിച്ചു തന്നത്, ആ എത്തിച്ചു തന്നത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഒരു മാധ്യമ സമുദായമായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു. അതായത് ജനങ്ങൾക്കും പ്രവാചകനും ഇടയിൽ നിന്നുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുക്കുക എന്ന ഉത്തരവാദിത്തം ഇതാ നിങ്ങൾ
സന്ദർഭമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ആ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ആ സന്ദർഭം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉണ്ടാക്കിയത് എന്ന് വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ചിന്തിക്കുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് ഖിബ്ല അങ്ങ് മാറുന്നു. അതുവരെ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്ന മുസ്ലിങ്ങൾ നേരെ തിരിച്ച് കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കാരം ആരംഭിക്കുന്നു. ചില ആളുകൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ ലഭിക്കുന്നത് ഖിബ്ല മാറിയിരിക്കുന്നു എന്ന്. അവർ നമസ്കാരത്തിലായിക്കൊണ്ട് തന്നെ നേരെ മറുവശത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ മുക്കാറുണ്ടായി കാണും. ഇന്നലെ വരെ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ച ആളുകൾ നേരെ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയാണ്, കഅബയെ ഖിബ്ലയാക്കിക്കൊണ്ട് നമസ്കരിക്കുകയാണ്. ആളുകൾ ചോദിച്ചിട്ടുണ്ടാകുമല്ലോ, എന്തു പറ്റി ഇവർക്ക്? ഒരു സ്ഥിരതയില്ലാത്തൊരു കൂട്ടർ. എല്ലാം മാറാം, നയവും പരിപാടിയൊക്കെ മാറിക്കോ, എന്നാൽ ഖിബ്ല മാറാൻ പറ്റും. അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങോട്ട് നിന്ന് നമസ്കരിക്കാൻ എന്തുണ്ട് ന്യായം? എന്തുള്ള ചോദ്യം വളരെ ഗൗരവപൂർവ്വം മുസ്ലിം സമുദായത്തിന് മുമ്പിൽ ഉയർത്തപ്പെടാവുന്നതാണ്, ഉയർത്തപ്പെട്ടിട്ടുണ്ട്. കഅബയിൽ എത്ര വിഗ്രഹങ്ങളാണ്! ഈ വിഗ്രഹാരാധനയെ ശിർക്കിനെയാണല്ലോ ഇവർ എതിർത്തത്. ആ വിഗ്രഹങ്ങളെല്ലാം അവിടുന്ന് ഒഴിഞ്ഞുപോയോ? അതെല്ലാം തട്ടിത്തകർന്നോ? അവയെല്ലാം കൂടൊഴിഞ്ഞോ? എന്താ ഇപ്പോ കഅബയിൽ വന്ന മാറ്റം? 19 മാസം മദീനയിൽ വന്നതിന് ശേഷം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിട്ട് പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകാൻ എന്താണ് കാരണമെന്ന ചോദ്യം ഇസ്ലാമിക സമൂഹത്തെ കുഴക്കിയിട്ടുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കും. കുഴക്കിയിട്ടുണ്ട്, അത് സത്യം. പക്ഷേ വിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറഞ്ഞ ശൈലി വളരെ മനോഹരമാണ്. സയഖൂലു السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها. വിഡ്ഢികളായ ആളുകൾ ചോദിക്കുന്നു. ഈ വിശ്വാസികൾ, മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവർ, അവർ ഏതൊരു ഖിബ്ലയെയാണോ പരിഗണിച്ചിരുന്നത് ആ ഖിബ്ലയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു ഖിബ്ല സ്വീകരിക്കാൻ എന്തുണ്ട് കാരണം എന്ന് വിഡ്ഢികളായ ആളുകൾ ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിൽ വലിയ വിഡ്ഢിത്വമില്ല. വിശുദ്ധ ഖുർആൻ ചോദിച്ചവരെ വിഡ്ഢികളെന്ന് പറയുന്നു. പക്ഷെ വലിയ വിഡ്ഢിത്തമാണോ ഈ ചോദിച്ചത്? ഒരു വിഡ്ഢിത്വമല്ല ചോദിച്ചത്. 19 മാസക്കാലം അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചിട്ട് ഇന്നിട്ട് അവസാനം ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്നു 19 മാസം കഴിഞ്ഞിട്ട്. ഇതെന്ത് എന്നുള്ള ചോദ്യം വിഡ്ഢിത്വം കലർന്ന ചോദ്യമല്ല, യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇസ്ലാമിക സമൂഹം മറുപടി പറയേണ്ടുന്ന ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യത്തിന് മറുപടി പറയേ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തുകൊണ്ട് ഖിബ്ല മാറി എന്ന് വിഡ്ഢികൾ ചോദിക്കുമെന്നാണ്. ചോദിച്ചവരെ ഖുർആൻ വിഡ്ഢികളാക്കും. ചോദിച്ചവർ വിഡ്ഢികളായി തീരുന്നത് എന്തുകൊണ്ടാണ്? ചോദിച്ചവർ വിഡ്ഢികളായി തീരുന്നത് എന്തുകൊണ്ടാണ്? ചോദിച്ചവർ വിഡ്ഢികളായി തീരുന്നത് ഖിബ്ല മാറ്റത്തിന്റെ അടിസ്ഥാനമുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് ഖിബ്ലയെ മാറ്റുന്നു എന്നുള്ളത് കേവലമായ ഒരു ദിശാമാറ്റം മാത്രമല്ല, മറിച്ച് ഒരു ദേശമാറ്റമാണ്. ഇതുവരെ അല്ലാഹുവിന്റെ ദീനിന്റെ വാഹകർ ഇസ്രായേൽ മക്കളായിരുന്നു. ഇസ്രായേൽ മക്കളായിരുന്നു വാഹകർ. ഇനി മുതൽ അല്ലാഹുവിന്റെ ദീനിന്റെ ഔപചാരികമായിട്ടുള്ള വാഹകർ ഇസ്ലാമിക സമൂഹം ആകുവാൻ പോവുകയാണ്. അതുകൊണ്ട് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആ ലീഡർഷിപ്പ് മസ്ജിദുൽ ഹറാമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിലേക്ക് മാറാൻ പോവുകയാണ്.
ഈ മാറ്റത്തിന്റെ ദിശ മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് എന്തുകൊണ്ട് കിബിലമാറി എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഈ ചോദ്യം വിഡ്ഢിത്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമായി മാറുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. വിഡ്ഢികളാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, മശ്രിഖും മഗ്രിബും അല്ലാഹുവിനുള്ളതാണ്. മശ്രിഖും മഗ്രിബും അല്ലാഹുവിനുള്ളതാണെന്ന് പറഞ്ഞാൽ ചോദ്യം വീണ്ടും എന്നാ പിന്നെ അങ്ങോട്ട് നിസ്കരിച്ചാൽ പോലെ പിന്നെ എങ്ങോട്ട് തിരിയുന്നത് എന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കും. യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന് ശേഷം വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അങ്ങനെ നിങ്ങൾ ഒരു മധ്യമ സമുദായമാക്കി മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് ഖിബ്ല മാറ്റിയതുപോലെ നിങ്ങളെ പ്രവാചകന്റെയും ജനങ്ങളുടെയും മധ്യത്തിലുള്ള ഒരു സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ചിരപുരാതനമായ ഒരു ഗേഹമാണ് എന്നുള്ളത് മാത്രമല്ല, ആദരണീയമായ ഒരു ഗേഹമാണ് എന്നുള്ളത് മാത്രമല്ല, അത് പവിത്രമായ ഒരു ഗേഹമാണ് എന്നത് മാത്രമല്ല, അത് മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ഐക്യതയുടെയും ഭദ്രതയുടെയും ഒരു നട്ടലാണ് എന്ന് മാത്രവുമല്ല, മറിച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം വഹിക്കുവാനുള്ള യോഗ്യതയുടെയും അർഹതയുടെയും ഒരു കൊടിയടയാളവും കൂടിയാണ് ഹജ്ജാലയം എന്നുള്ള കാര്യവും കൂടി നാം മനസ്സിലാക്കണം. ഹജ്ജിന് വേണ്ടി നാം യാത്ര പോകുമ്പോൾ ആ കൊടിയടയാളം ദർശിക്കുന്നതിന് വേണ്ടി, അത് അനുഭവിക്കുന്നതിന് വേണ്ടി, അതിനെ പ്രദക്ഷിണം വെക്കുക വഴി നാം ജീവിക്കുന്ന സമൂഹത്തിൽ നേതൃശേഷി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്ര കൂടിയാണ് ഹജ്ജ് യാത്ര എന്ന് നാം തിരിച്ചറിഞ്ഞേ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ഉണർന്നു പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.